അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിയാദുസ് സാലിഹീൻ 49ാമത്തെ ബാബ് ഹദീസ് ക്ലാസ് ഞങ്ങൾ 48 ബാബ് വിവരിച്ചിട്ട് 381 ഹദീസ് ആയിട്ട് ഇന്നത്തെ ബാബ് ഇജ്റാഇ അഹ്കാമിൻ നാസി അലല്ലാഹി വസറാഇറുഹും ഇലല്ലാഹി തആല. മനുഷ്യന്മാർക്കുള്ള വിധികൾ അത് അങ്ങനെ പ്രത്യക്ഷത്തിൽ അങ്ങനെ ലാഹിറിൽ പുറത്ത് അങ്ങനെ കണ്ടോ അങ്ങനെ ആയിട്ട് ഞങ്ങൾ വിധിക്കേണ്ടത്. അങ്ങനെ കൽബുടെ ഉൾഗത്ത് അങ്ങനെ സിർ അങ്ങനെ രഹസ്യം അത് അള്ളാഹു തആല ആയിട്ട് അത് ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു മനുഷ്യരെ ഞങ്ങൾ വിലയിരുത്തേണ്ടത് ഞങ്ങൾ പ്രത്യക്ഷത്തിൽ എങ്ങനെ കണ്ടോ അതിന് മേലായിട്ട് അവനക്ക് വിധി നടത്തുക. അപ്പോൾ ഒരു മനുഷ്യ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊന്നിട്ട് ഇസ്ലാം വന്നിട്ടുണ്ടെങ്കിൽ അവന് ഇസ്ലാമിക്ക് ഒരു പെണ്ണാശിച്ചിട്ട് വന്നിട്ടോ അതല്ല വേറെന്തെങ്കിലും ലാഭത്തിന് വേണ്ടി വന്നിട്ടോ അത് വന്നിട്ടുണ്ട്. ഇങ്ങനെ കൽബുലുള്ളത് അത് ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, അത് അള്ളാഹു നോക്കിയോട്ടെ. ഞങ്ങൾ പ്രത്യക്ഷത്തിൽ കാണേണ്ടതനുസരിച്ചിട്ടായിട്ട് ലാഹിറിൽ നമുക്ക് എങ്ങനെ കണ്ടോ ആ വിധി ആയിട്ട് നമുക്ക് നടപ്പിലാക്കേണ്ടത് അതായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഇനി ഇതിനെ സംബന്ധിച്ച് വന്ന ഹദീസുകൾ വിവരിക്കും ഇൻഷാ അല്ലാഹ് കൂടുതൽ ഇത് മനസ്സിലാക്കും. ഖാല അല്ലാഹു തആല ഫൈൻ താബു വഅഖാമു സ്സലാത വആതൂ സകാത ഫഖല്ലു സബീലഹും. അങ്ങ് തൗബ ചെയ്ത് നന്നായി നിസ്കാരത്തെ നിലനിർത്തുകയും സകാത്ത് കൊടുത്ത് വിടുകയും ചെയ്താൽ അങ്ങനെ തെറുക്ക് അങ്ങനെ വിട്ടുവിട്ടുറോ എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ അവിടെ ഉൾഗത്തിൽ എന്തുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. പ്രത്യക്ഷത്തിൽ എങ്ങനെ കണ്ടോ അതിന് മേലായിട്ട് വിധി നടപ്പിലാക്കട്ടെ. 390 ഹദീസ് നമ്പർ വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നത് ഉമിർതു അൻ ഉഖാതില നാസ അത്താ യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നന്നിട്ട് ജനങ്ങളൊട്ടു യുദ്ധം ചെയ്യുകയായി കൽപ്പനയുണ്ട്. എവർത്തോളം ചെന്നെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ഉച്ചരിക്കുന്നിടത്തോളം വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ് മുഹമ്മദ് നബി അള്ളാഹുടെ റസൂലാണ് എന്ന് അങ്ങ് വിശ്വസിക്കുന്നിടത്തോളം ഷഹാദത്ത് കലിമ ചൊല്ലിടത്തോളം യുദ്ധം ചെയ്യുക എന്ന് ചൊന്നതും അതുപോലെ അങ്ങോട്ട് പൊരുതുകയായിട്ട് ചൊന്നിരുന്നാൽ അത് യുദ്ധത്തേതായ ചില നിയമങ്ങളുണ്ട്, അതനുസരിച്ചിട്ടായിട്ട്. എന്നല്ലാണ്ട് കിറ്റ ഉണ്ടൊക്കെ കൊത്തുക കൊല്ലുക എന്ന അർത്ഥത്തിൽ അല്ല, അങ്ങനെ ഇസ്ലാം ചൊന്നിട്ടില്ല. അതൊക്കെതിരായ രീതിയില്ല. അങ്ങനെ കണ്ടെങ്കിൽ നമുക്കൊരു മദീനത്തിൽ മുസ്ലിം അല്ലാത്ത ആൾമാരില്ലാത്ത ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്ട് ആ റായത്ത് അങ്ങ് കുഫ്രിയത്തിൽ നിന്നിട്ട് തന്നെ ഇസ്ലാമോട് സഹകരിച്ചു പോയി ഇന്ന ആൾമാറുള്ളവർ. അപ്പോൾ മൊത്തത്തിൽ കാഫിറുടെ കൊല്ലണം എന്നല്ല ഇസ്ലാം ചൊല്ലത്. അത് ആ യുദ്ധത്തെ സംബന്ധിച്ച് ചൊല്ലുമ്പോൾ യുദ്ധം ഉണ്ടാവുന്ന സന്ദർഭങ്ങളുണ്ട്. ആ യുദ്ധം എന്തുകൊണ്ടായി കേട്ടെങ്കിൽ ഞങ്ങളെ നിലനിൽപ്പ് വേനായിട്ട് കിട്ടും. അതായത് ഒരു രാജ്യത്തെ അറ്റാക്ക് ആക്കുമ്പോൾ തിരിച്ചു അങ്ങനെ എന്താക്കേണ്ടതുണ്ട്, യുദ്ധം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവിടെ മുണ്ടണ്ടിക്കുകയല്ല കാലഘട്ടത്തിന് അങ്ങ് മനസ്സിലാക്കണം. അത് 1400 വർഷത്തിന് മുമ്പ് പോലീസോ കോർട്ടോ സ്റ്റേഷനോ അതൊന്നും ഇല്ല ആ കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിലുള്ള സിസ്റ്റം അത് ഇന്നത്തേക്ക് കമ്പയർ ആക്കി നോക്കുക തീറ എന്നുള്ളത്. അപ്പോൾ കിട്ടിയോണ്ടൊക്കെ കൊല്ലുണ്ടല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബി തങ്ങളെ ഒരു സ്ഥലത്ത് കുറേ മനുഷ്യന്ന അവൻ ജൂതായിട്ടിക്കല് അങ്ങനെ കൊല്ലുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൊണ്ട് കൊല്ലണ്ടേ. അപ്പൊ യുദ്ധം ചൊല്ലത് അതൊക്കെ ചില നിയമങ്ങളും സന്ദർഭങ്ങളും സമയങ്ങളും രീതി അല്ലണ്ട്. അതെല്ലാം ഫിഖ്ഹിന്റെ ഭാഗങ്ങളിൽ പെട്ടതായിട്ട് ഞാനിപ്പോ ഈ ഹദീസ് ഇൻഷാ അല്ലാഹ് ഈ ബാബിൽ വിവരിക്കുന്നത്. ഈ ബാബിൽ ഇതിന് പണ്ട ഹദീസ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം കാഫിറുടെ കൊല്ലുക ചൊന്നത് എന്നല്ല. കിറ്റിയ കാഫിറുടെ ഒക്കെ അങ്ങനെ കൊല്ലുകയില്ല, അങ്ങനെയല്ല. അത് തപ്പായിട്ടിക്കല് യുദ്ധം ചെയ്യുന്നത് അതിൽ റൂൾസ് ഉണ്ട്, അതൊക്കെ ചില നിയമങ്ങളുണ്ട്, അതൊക്കെ ചില ഭാഗങ്ങളുണ്ട്. അത് എന്ത് കണ്ട് ചെയ്തിരേന്ന് കേട്ടെങ്കിൽ അന്നത്തെ കാലഘട്ടത്തെ രീതിയും നിയമങ്ങളും അതുപോലെ ആയിട്ട് അത് ഇസ്ലാം മുസ്ലിമീങ്ങൾ മാത്രം ചെയ്തതല്ല, എല്ലാ ടീമും യുദ്ധാക്കിയത്. ക്രിസ്ത്യാനിങ്ങാക്കിയത്, ജൂതന്മാരാക്കിയത്, എല്ലാ ടീമും യുദ്ധാക്കാനുള്ളേ. ഇത് ഇപ്പം യുദ്ധം നടന്നുകൊണ്ടില്ലേ, ഇപ്പം പല രാഷ്ട്രങ്ങളായിട്ട് യുദ്ധം നടക്കില്ലേ. അപ്പൊ യുദ്ധം എന്നുള്ളത് പലരും ഉണ്ടായിട്ട് ഇപ്പോൾ ഉണ്ടായിട്ട് ആയോട്ടുമുണ്ട്. അത് രാഷ്ട്രത്തെ ഭദ്രതയ്ക്ക് വേണ്ടി അത് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് പണ്ട് മുസ്ലിമീങ്ങൾ മാത്രം ചെയ്തിരുന്നായിട്ട് ചില ആൾമാരൊക്കെ ചിത്രീകരിക്കണം. അങ്ങനെയല്ല, എല്ലാവരും ചെയ്ത ആൾമാർ ഇപ്പം ചെയ്തുകൊണ്ടുള്ളത്. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് യുദ്ധമായിട്ട്, പിന്നെ ഇറാനും ഇസ്രായേലായിട്ട് യുദ്ധമായിട്ട്, അതിർത്തിയുടെ വിഷയത്തിൽ തർക്കമുള്ളൂ, റഷ്യയും ഉക്രൈനായിട്ട് ആയതുകൊണ്ടുണ്ട്. അത്
ഇങ്ങ ആറും നല്ല ആൾമാറിട്ട് ഭരിക്കാനാണ് ഇന്ത്യ ഇപ്പൊ തെച്ചിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആൾമാർ അങ്ങനെ യുദ്ധാക്കിയില്ലേ, ഇസ്ലാം യുദ്ധത്ത് വെച്ചൊന്നുമില്ലേ, ഈ ചൊല്ലുടെ ആൾമാർ ഇന്നും ചെയ്തോണ്ടേ ഉള്ളവരുണ്ട്. അണ്ടത്തെ കാലത്ത് ചെയ്തതിനേക്കാൾ മോശമായിട്ട് ഇന്ത്യ ചെയ്തോണ്ടില്ല. അതൊക്കെ നീതി നിയമമല്ല ഇത്. അപ്പൊ ഈ ബാബുല് ചൊല്ലുമ്പോൾ ഇത് ഒന്നും കൂടി ഞാൻ ചൊല്ലേണ്ടത് ചെന്നെങ്കിൽ ഇത് മനസ്സിലാക്കുന്ന ആൾമാർ തപ്പായിട്ട് മനസ്സിലാക്കുക തീറ എന്നത് കയറ്റിക്കല് ഈ വിഷയങ്ങളുടെ അടികറിട്ടിട്ട് ഞാൻ ചൊല്ലേ. അപ്പൊ അങ്ങനെ ജനങ്ങളോട് യുദ്ധം ചെയ്യുവാനായി കൽപ്പിച്ചിട്ട് ഓർത്തോളം കേട്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നാണ് ഷഹാദത്ത് കലിമ ചൊല്ലിട്ട് ഓർത്തോളൂ. ഇതിൽ വയുഖീമുസ്സലാത്ത നിസ്കാരത്തിന് നിർത്ത, വയുത്തു സകാത്ത സകാത്തങ്ങ് കൊടുത്തു വിടുക, ഫൈദാ ഫഅലു ദാലിക അതങ്ങ് ചെയ്തറിൽ കണ്ടെങ്കിൽ സകാത്ത് കൊടുക്കടാറ് നിസ്കരിക്കാറ് ഈത്തിക്കാതൊക്കെ നല്ല ഉണ്ട് കണ്ടെങ്കിൽ അസ്വമു മിന്നി ദിമാഅഹും വ അംവാലഹും ഇല്ലാ ബിഹഖിൽ ഇസ്ലാം അങ്ങനെ ചോര അങ്ങനെ സ്വത്ത് സമ്പത്ത് ഇതെല്ലാം അങ്ങ് കാത്തുണ്ട്, അങ്ങ് രക്ഷനാക്കിയുണ്ട്. പിന്നെ അതിൽ നിന്ന് അങ്ങ് എടുക്കും പോലെ ഹിസാബുഹും അലല്ലാഹി തആല പിന്നെ അങ്ങനെ ഹിസാബ് അള്ളാഹുടെ മേല് ചെന്നെങ്കിൽ അവൻ ഷഹാദത്ത് കലിമ ചൊന്നട, സകാത്തവും കൊടുക്കുക, നിസ്കാരത്തെ നിസ്കരിച്ചുകൊണ്ടുള്ള എന്നാ ബാക്കിയുള്ളത് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. പ്രത്യക്ഷത്തിൽ ഓണർ മുസ്ലിമിനെ പോലെ ഏറ്റിക്കുക. അപ്പൊ ആ വിധിയെ ഞങ്ങൾ ഓണ കൊടുക്കണേ. അവിടെ രഹസ്യം പിന്നെ അവിടെ കൽബിൽ എന്തുണ്ട് എന്നുള്ളതൊക്കെ ഞങ്ങൾ ആലോചന ആക്കേണ്ടതില്ല. ഞങ്ങൾ അതിന്റെ വിഷയത്തിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. മുത്തഫഖുൻ അലൈഹി. ഇനി وعن أبي عبد الله طارق بن أشيم رضي الله عنه قال طارق بن أشيم رضي الله عنه جل نبي صلى الله قال سمعت رسول الله صلى الله عليه وسلم يقول നബി തങ്ങൾ ചൊല്ലതായിട്ട് ഞാൻ കേട്ടത് എന്തേ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്ന വകഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ് അല്ലാഹുവിന്റെ കൂടാണ്ട് ഇബാദത്ത് ചെയ്യപ്പെട്ടതൊക്കെ അവൻ നിഷേധിച്ച തന്നെ അതൊക്കെ അവൻ അള്ളാഹു അല്ലാത്ത ഒന്നിനും പഠിച്ചോണ്ട് വിശ്വസിച്ചിട്ടില്ല, അതൊക്കെ അവൻ നിഷേധിച്ച. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്ന അള്ളാഹു അല്ലാത്ത ഒന്നിനെയും ഇബാദത്ത് അതായത് അങ്ങ് പിന്നെ പടച്ചോനായിട്ട് കാണ്ടതിലെല്ലാം ബാക്കിയുള്ള ആൾമാർ പടച്ചോനായി കാണ്ടതല്ല. അവൻ അതൊക്കെ മുന്നോട്ട് ചൊന്ന് പടച്ചോൻ എന്ന് ചൊന്നതിനെതിരൊക്കെ അവൻ നിഷേധിച്ച് അതിൽ നിന്ന് അവൻ കാഫിറായാൻ കണ്ടെങ്കിൽ ഹറുമ അതിൽ നിന്ന് കാഫിറാവുകയും ചെന്നെങ്കിൽ ഇസ്ലാമ വന്ന അപ്പൊ അതിലവൻ നിഷേധിച്ചെന്നർത്ഥം. ഹറുമ മാലുഹു വദമുഹു അവന്റെ സ്വത്തും അവന്റെ സമ്പത്ത് അവന്റെ ചോരയും ഹറാമായിട്ടിട്ട് അത് പിന്നെ കൊല്ലത്തീറ അവന്റെ സ്വത്ത് വലിച്ചെടുക്കയില്ല. വഹിസാബുഹു അലല്ലാഹി തആല അവന്റെ ഹിസാബ് അള്ളാഹുടെ മേലായിട്ടിട്ട് റവാഹു മുസ്ലിം. അപ്പൊ ഇതും ചൊന്നത് ഷഹാദത്ത് കലിമയും നിസ്കാരവും സകാത്തും ഇതൊക്കെ അവൻ ചെയ്യാൻ കണ്ടെങ്കിൽ പിന്നെ ഞങ്ങ ബാക്കിയുള്ളത് നോക്കേണ്ട അവന്റെ കൽബുകൾക്ക് എന്തുണ്ട് എന്ന് ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ അള്ളാഹുടെ മേലായിട്ടിട്ട്. അപ്പൊ ഞങ്ങൾക്ക് മനുഷ്യന്മാരെ പ്രത്യക്ഷത്തിൽ എന്തിനെ കാണോ അതിന്റെ മേലായിട്ടിട്ട് ഞങ്ങൾക്ക് വിധി കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഉള്ളിൽ കീരി അല്ല കൽബ് കണ്ട് മുറിച്ചിട്ട് അവർക്ക് കൽബുകൾക്ക് എന്തുണ്ട് എന്നുള്ളത് ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങത് ഏത് വിഷയത്താണെങ്കിലും ഞങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണ്ടത് ഞങ്ങൾ ചൊല്ല വിവരിക്കുക എന്നല്ലാണ്ട് അവന്റെ കൽബുകത്തിൽ എന്തുണ്ടോ അതൊന്നും ഞങ്ങൾക്ക് കൊന്താവില്ല. അത് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആയിട്ടിക്കട അള്ളാഹു നോക്കട അവന്റെ കൽബും കൂടി ആയിട്ടിക്കട അവന്റെ കൽബിൽ എങ്ങനെയുണ്ടോ അങ്ങനെ ആയിട്ടിക്കട. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി ഇതിൽ 3 ഹദീസ് ഉണ്ട്. അത് നമുക്ക് ഇന്നത്തെ ബാബിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.